പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയ നീക്കവുമായി LDF. അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ന് ജില്ലാ കളക്ടർക്ക് നൽകും. അവിശ്വാസ നീക്കത്തിൽ കോൺഗ്രസ് ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്തായാലും പാലായിൽ ഒടുവിൽ ഒരു രാഷ്ട്രീയ നീക്കത്തിന് കേരള കോൺഗ്രസ് LDF തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. പാലായിൽ അവിശ്വാസ നീക്കവുമായി LDF മുന്നോട്ട് പോവുകയാണ്. കൗൺസിലർമാരുടെ ഒപ്പൊക്കെ വാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കാണ് അവിശ്വാസ നോട്ടീസ് നൽകുക. എന്തായാലും കോൺഗ്രസിന്റെ കൂടി പിന്തുണ ഉണ്ടാകും. കോൺഗ്രസിലെ ചില വിമതരുടെ സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണ ഉണ്ടാകും. അങ്ങനെ ഈ ഭരണത്തെ താഴെ ഇറക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഉള്ളത്. പാല അനാഥമാകില്ല എന്നുള്ളതായിരുന്നു ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. അങ്ങനെ പക്ഷേ സ്വതന്ത്രമായി ചേർന്നൊരു ഭരണത്തിന് തങ്ങളില്ല, ഭരണത്തിൽ നിന്ന് തന്നെ തങ്ങൾ മാറി നിൽക്കും എന്നായിരുന്നു കേരള കോൺഗ്രസ് എം പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോഴെന്തായാലും ഈ ഭരണത്തെ താഴെ ഇറക്കുക, അതായത് വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം പോയ ശേഷം UDFന് ഭരണം കിട്ടുന്ന ഒരു നഗരസഭയായി പാലാ മാറുമ്പോൾ ആ നഗരഭരണത്തെ വീഴ്ത്തുകയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ് ഫലത്തിൽ, അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ഫലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ 6 അംഗങ്ങളാണുള്ളത്. ഇവരിൽ ഇതിനകം തന്നെ ഒന്നിലധികം അംഗങ്ങൾ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി തന്നെ നഗരഭരണത്തിനെതിരെ പ്രമേയം പാസാക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതെല്ലാം ഉണ്ടായതോടുകൂടിയാണ് ഈ അവസരം മുതലെടുക്കാൻ കേരള കോൺഗ്രസ് എം കളത്തിൽ ഇറങ്ങുന്നത്. സ്വാഭാവികമായും നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് 15 ദിവസത്തിന് ശേഷമാണ് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അതുവരെ സമയമുണ്ട്. കോൺഗ്രസ് എന്തായാലും ഈ ഏതെങ്കിലും അംഗം വിട്ടുപോയാൽ, മാറിപ്പോയാൽ വിപ്പ് നൽകി അവരെ ഒപ്പം നിർത്താനുള്ള തന്ത്രമായിരിക്കും, ഇല്ലെങ്കിൽ അയോഗ്യത എന്ന ഭീഷണിയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകുക. ഫലത്തിൽ പാലാ നഗരഭരണം ആകെ പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പുറത്തുള്ള തന്ത്രങ്ങൾ എന്ത്, UDFലുള്ള തന്ത്രങ്ങൾ, മറുതന്ത്രങ്ങൾ എന്ത് എന്നത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും കടുത്ത പ്രതിസന്ധിയിലേക്ക് പാലായിലെ UDF ഭരണം മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.